സാർ നമസ്കാരം. നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം നയപരമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൻ്റെ ആദ്യ ഭാഗമായി മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി എടുത്ത ചില സ്തുത്യർഹമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ആശാവർക്കർമാർക്ക് താൽക്കാലികമായി ശമ്പളത്തിലൊരു വർധന, അംഗൻവാടി ടീച്ചേഴ്സിന് ഉൾപ്പെടെയുള്ളവർക്ക്. അതുപോലെ തന്നെ സുപ്രധാനമായ ഒരു നടപടിയായിരുന്നു മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ നവകേരള യാത്ര കടന്നു പോകുമ്പോൾ അന്ന് പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അന്നത്തെ സുരക്ഷാ സൈനികരായിരുന്ന സുരക്ഷാ ഭടന്മാരായിരുന്ന അംഗരക്ഷകന്മാർ, ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകന്മാർ ലാത്തി വെച്ച് ജനങ്ങളെ അടിക്കാൻ പാടില്ല, അതിനുള്ള പ്രൊവിഷനില്ല, നിയമപരമായി ഒരു കാരണവശാലും അവർക്കത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർക്ക് തോക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ ആലപ്പുഴ MLA ആയ AD തോമസ് ഉൾപ്പെടെ ഉള്ള ആളുകളെ മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽകുമാറും ചില പോലീസ് ഗുണ്ടകളും ചേർന്ന് തലതല്ലി പൊളിച്ചു. ആ കേസിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്നാണ് വി ഡി സതീശൻ രണ്ടാമത് നിയമസഭയിൽ അന്ന് പ്രഖ്യാപിച്ചത്. അതായത് മന്ത്രിസഭാ യോഗത്തിലെടുത്ത് രണ്ടാമത്തെ തീരുമാനം അതായിരുന്നു. പിന്നീട് പോലീസിലെ സിംഹം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഷൗക്കത്ത് അലിയെയും ബിജു പൗലോസിനെയും എല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് നിയോഗിക്കുന്നു. അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു. കോടതിയുടെ തന്നെ നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു, ഈ കേസിൽ നിയമരാഹിത്യം നടന്നിരിക്കുന്നു. എന്നാൽ പിന്നീട് ഇതേ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞ വിവരങ്ങളെല്ലാം വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിൻ്റെ ഓഫീസിൽ നിന്നും MR അജിത് കുമാർ നേരിട്ട് വിളിച്ച് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ പരിക്കേറ്റ ആളുകളെ പോലീസ് ഗൺമാന്മാർ, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ തലതെല്ലി പൊളിച്ച കേസിൽ ആ രേഖകൾ മാറ്റി എഴുതിച്ചത്. ADGP MR അജിത് കുമാറിൻ്റെ താല്പര്യപ്രകാരം അജിത് കുമാർ പറഞ്ഞതുപോലെയാണ് അന്ന് ADGPയുടെ ഓഫീസിലുണ്ടായിരുന്ന ആളുകൾ ഇത് മാറ്റി എഴുതിയത്. ഇതിന് കൃത്യമായി ആ പോലീസുകാർ തെളിവും കൊടുത്തു, മൊഴിയും കൊടുത്തു. ഈ രേഖകൾ മാറ്റി എഴുതുന്നതിന് മുമ്പുള്ള ഫോട്ടോസ്റ്റാറ്റ് കോപ്പി കൊടുത്തു, അതിനുശേഷമുള്ള ഫോട്ടോസ്റ്റാറ്റുമെല്ലാം ഇവർ കോടതിയിൽ ഹാജരാക്കി. അക്ഷരാർത്ഥത്തിൽ അന്ന് ADGP MR അജിത് കുമാർ വെട്ടിലായതാണ്. ADGPക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഇതിൽ യാതൊരു നീക്ക് പോക്കുകളും ഉണ്ടാകുന്നില്ല. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മുന്നിൽ ആ ഫയൽ എത്തിയിട്ടില്ല. എങ്ങനെയാണ് നാട്ടിലൊരു ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ട്, അതും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പാർട്ടിക്കാരെ തലതല്ലിപ്പൊളിച്ച കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടപടിയെടുക്കും എന്ന് പറഞ്ഞൊരു കേസ്, ആ കേസിൻ്റെ ഫയൽ അത്ര അത്യാവശ്യമുള്ളൊരു കാര്യം എന്തുകൊണ്ട് അത് വിളിച്ചു വരുത്താതെ എൻ്റെ മുമ്പിൽ എത്തിയിട്ടില്ല, എൻ്റെ മുമ്പിൽ ആ ഫയൽ വന്നാൽ ഞാൻ കാര്യങ്ങൾ പരിഗണിക്കാം എന്ന മട്ടിൽ രമേശ് ചെന്നിത്തല നിൽക്കുമ്പോൾ ADGP MR അജിത് കുമാറിനെ DGP റാങ്കിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പുറകിൽ നടക്കുന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രൊമോഷൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കുന്നു. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് വരുന്നത് വരെ അജിത് കുമാറിനെതിരെ ഒരു പരാതി ഉയർന്നു വരാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ അജിത് കുമാറിന് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല കളിക്കുന്ന കളിയാണ്. അജിത് കുമാറിന് വേണ്ടി ചില വ്യവസായികളും രമേശ് ചെന്നിത്തലയെ കണ്ടു, അജിത് കുമാറും രമേശ് ചെന്നിത്തലയെ കണ്ടു എന്ന് പറയുമ്പോൾ ഇതിൽ കൃത്യമായൊരു നീക്കുപോക്കുണ്ടായിരിക്കുന്നു. അത് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി അറിയാതെ തന്നെയാണ്. ഇവിടെ രാജ്മോഹൻ സാർ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? താങ്കൾ ഈ പറഞ്ഞതിൻ്റെ മെയിൻ ആരോപണം പറഞ്ഞിരിക്കുന്നത്, ശരിക്കും വേണമെങ്കിൽ അത് സതീശനിൽ കൊണ്ടെത്തിക്കാം, പക്ഷെ എന്നാൽ പോലും രമേശ് ചെന്നിത്തലയെ പറ്റിയാണ് കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആശ്ചര്യമില്ല. വളരെ സജീവമായി അന്വേഷിച്ചുകൊണ്ട് വന്നൊരു കേസായിരുന്നു നമ്മുടെ TP ചന്ദ്രശേഖരൻ്റെ 51 വീട്ടിൽ കൊന്ന കൊലപാതക കേസ്. കേരളത്തെ നടുക്കിയ കൊലപാതകമാണ്. ആ കേസിൻ്റെ അന്വേഷണം എങ്ങനെ പോയെന്നും തിരുവഞ്ചൂരിൻ്റെ കയ്യിൽ നിന്നും സുകുമാരൻ നായരുടെ സഹായത്തോടെ ആഭ്യന്തരമന്ത്രി സ്ഥാനം താക്കോൽ സ്ഥാനം പിടിച്ചു മേടിച്ച് രമേശ് ചെന്നിത്തല അതിൻ്റെ ചാർജ് ആഭ്യന്തരമന്ത്രി ആയ ശേഷം ആ കേസ് എങ്ങോട്ട് പോയെന്ന് നമ്മൾ കണ്ടതാണ്. ഇവിടെയും പ്രശ്നം വരുന്നത് CPMനെതിരായി വരുന്ന കേസുകൾ, അല്ലെങ്കിൽ CPMലെ പ്രധാനികൾ ഉൾപ്പെട്ടേക്കാവുന്ന കേസുകൾ കാണുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ കൈ വിറയ്ക്കുന്നു. മനഃപൂർവ്വമാണോ അതോ മറ്റെന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾക്ക് വേണ്ടിയാണെന്നറിയില്ല. ഇവിടെ ഇനിയും നമുക്ക് പറഞ്ഞു വരാനുള്ളത്, ചെറിയ ചെറിയ കാര്യങ്ങൾ
കുറേ പത്രക്കാർ തന്നെ താനുമായി ബന്ധപ്പെട്ട ബാധ്യതപ്പെട്ട നാളെ ആഭ്യന്തരമന്ത്രിയാണ്, പല കാര്യങ്ങളും സാധിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരും PR വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരും കാണും, യൂത്ത് കോൺഗ്രസ്സുകാർ കാണും, ഗ്രൂപ്പല്ലേ ഇപ്പോഴേ കരുണാകരൻ്റെ ശിഷ്യനാണെന്നാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ നോക്കേണ്ടത് ഇപ്പോൾ അങ്ങനെ ഏറ്റെടുത്തിരിക്കുന്ന മെയിൻ പരിപാടി എന്താ? തൂഫാൻ മയക്കുമരുന്നിനെതിരായി കേരളത്തിൽ വ്യാപകമായ അന്വേഷണവും സമരവുമാണ്. നൂറുകണക്കിന് പോലീസുകാരെ മയക്കുമരുന്ന് കണ്ടുപിടിക്കാൻ വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു മാസത്തെ മാത്രം കണക്ക് നോക്കാം, അല്ലെങ്കിൽ ഒന്ന് പഠിച്ചു നോക്കാം. ഇതിനു മുമ്പ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസുകാരും എക്സൈസുകാരും ചെയ്തതിനേക്കാൾ എത്ര കിലോ കൂടുതൽ മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ട്? ഈ 5 ഗ്രാം 10 ഗ്രാം കേസല്ലാതെ വൻതോതിൽ കടത്തുന്ന എത്ര വലിയ പ്രതികളെ പിടിച്ചിട്ടുണ്ട്? ഈ അന്വേഷണങ്ങൾ നടക്കും. ഈ രമേശ് ചെന്നിത്തലയുടെ പ്രവൃത്തി കണ്ടാൽ പണ്ടൊക്കെ നമ്മൾ കളിയാക്കി പറയാറുണ്ട്. 2 ആഴ്ച മുമ്പ് 15 കോടിയുടെ കഞ്ചാവ് പെരുമ്പാവൂരിൽ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു തൂഫാൻ്റെ ഭാഗമായി. കഞ്ചാവ് അത് കഞ്ചാവ് ഇഷ്ടംപോലെ ഇവിടെ ഇതിനു മുമ്പ് 5, 6, 8 കിലോ പിടിച്ച കേസുകൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അതൊരു പുതിയ കേസല്ല. ഗുജറാത്തിൽ നിന്ന് ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്ന് പിടിക്കുന്നുണ്ട്. ഈ മയക്കുമരുന്ന് കേസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. മയക്കുമരുന്ന് കേസ് മുൻകാലങ്ങളിൽ കേരളത്തിലെ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? എത്ര വമ്പന്മാർ പ്രതികളെ അതുകൊണ്ട് അറിയണം ആരൊക്കെയാണ് പ്രതികൾ. കലിങ്കയിരിക്കുന്നവനോ ചുമട്ടുകാരനോ ഓട്ടോറിക്ഷ ഡ്രൈവറാണോ പ്രതികൾ? അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഏതെങ്കിലും കോളേജ് പിള്ളേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഉറവിടം സോഴ്സ് കണ്ടെത്തി ഒരു വമ്പനെങ്കിലും പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ സോഴ്സ് അവിടെ തന്നെ മുൻകൂർ ജാമ്യം എടുത്തു. സോഴ്സ് നൈജീരിയയിലാണ്. അത് കണ്ടെത്താൻ പറ്റണമെന്നില്ല, കിട്ടിയാൽ ഭാഗ്യം, അവർ കൊടുത്താൽ ഭാഗ്യം. അങ്ങനെ യാതൊരു തരത്തിലും പേരെടുക്കുക എന്നുള്ള ഉദ്ദേശം ഒഴിച്ച് ബാക്കി മറ്റ് യാതൊരു താല്പര്യവുമില്ലാതെ കണ്ടെത്തിയ മാർഗമാണ് തൂഫാൻ. ശരിക്കും പറഞ്ഞാൽ ഈ ആലപ്പുഴയിലെ കേസ് താങ്കൾ വളരെ വികാരത്തോടെ പറഞ്ഞു, ജീവൻ രക്ഷാപ്രവർത്തനത്തിൻ്റെ കഥ പറഞ്ഞു, അജിത് കുമാർ ഇടപെട്ട കഥ പറഞ്ഞു. ശരിക്കും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ കോൺഗ്രസ്സുകാരനാണെങ്കിൽ, കോൺഗ്രസിനോട് എന്തെങ്കിലും കുറവുണ്ടായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല ചെയ്യേണ്ടിയിരുന്നത് ആദ്യം അന്വേഷിക്കേണ്ട കേസ് അജിത് കുമാറിൻ്റെ ഇടപെടലും അന്വേഷിക്കേണ്ട കേസാണ്. ഒരു ദിവസം പോലും സർവീസിൽ കാണാൻ യോഗ്യതയില്ലാത്ത, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെന്നുള്ള നിലയിൽ സർവീസിൽ നിന്നും പറഞ്ഞു വിടേണ്ടിയിരുന്ന ആളായിരുന്നു അജിത് കുമാർ. അതിന് രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചില്ല, സാധിക്കാൻ പറ്റുകയില്ല. മറിച്ച് തൊട്ടപ്പുറം മുരളിയുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് തെറി പറഞ്ഞ മുരളിയുണ്ട്. മുരളി ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തെറ്റാന്ന് കണ്ടു കഴിഞ്ഞാൽ, കുറ്റവാളിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഫയലും അന്വേഷണമൊക്കെ പിന്നെ വന്നോളും, പുറത്തു വിടാൻ ഉള്ള ധൈര്യം മുരളി കാണിക്കുന്നു. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ ആഴ്ച നമ്മളത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനത്തെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന വാക്കുണ്ട്, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി ഡിറ്റർമിനേഷൻ എന്നുള്ള വാക്കുണ്ട്. ആ വാക്കിൻ്റെ വില രമേശ് ചെന്നിത്തലയ്ക്ക് അറിയത്തില്ല. അല്ല സാർ, ഇത് കേവലം ആരോപണം മാത്രമല്ല, കൃത്യമായ തെളിവുകൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഏത് പോലീസുകാരെ ഉപയോഗിച്ചാണ് ADGP MR അജിത് കുമാർ ഈ രേഖകൾ തിരുത്തിയത്, അവർ തന്നെ നേരിട്ട് വന്ന് മൊഴി കൊടുക്കുന്നു പറയുന്നു. അതിന് അവർ കൊടുത്ത ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി ഹാജരാക്കുന്നു. അതിനുശേഷം വരുത്തിയ തിരുത്തൽ ഇന്നതാണ്, അതിൻ്റെ ഇടപെടലുകൾ MR അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിനു ശേഷമാണ് ഞങ്ങളിത് ചെയ്തത്. ഒരാൾ മൊഴി കൊടുക്കുന്ന സന്ദർഭത്തിൽ തലകറങ്ങി വീഴുവരെ ചെയ്തു സമ്മർദ്ദം മൂലം. അപ്പോൾ അത്രത്തോളമൊക്കെ പോലീസിലെ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് വളരെ സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ADGP MR അജിത് കുമാർ അവിടെ ഈ പിണറായി വിജയൻ എന്ന തൻ്റെ വിശ്വസ്തനായ നേതാവിന് വേണ്ടി ഇത്രത്തോളം വിടുപണി ചെയ്തിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് DGP റാങ്കിലേക്ക് സ്ഥാനം കയറ്റം കിട്ടുന്നതിന് വേണ്ടി ഈ പ്രൊമോഷൻ ലിസ്റ്റിൻ്റെ സ്ക്രീനിങ് റിപ്പോർട്ട് വരുന്നത് വരെ രമേശ് ചെന്നിത്തല തൻ്റെ പ്രവർത്തകർ, തനിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച ചുമരെഴുത്ത് നടത്തിയ കൊടി പിടിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെയും KSU പ്രവർത്തകരെ പിള്ളേരെയൊക്കെ തല തല്ലിപ്പൊളിച്ച് പിണറായി വിജയൻ്റെ പോലീസുകാരെ രക്ഷിക്കുന്നതിന് വേണ്ടി പണിയെടുത്ത് ADGPക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തുകയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും തരത്തിൽ അതിശയോക്തി ഉണ്ടെന്ന് സാറിന് പറയാൻ പറ്റും? അല്ല, അതിൽ രമേശ് ചെന്നിത്തലയുടെ സ്വയം താൻ നാണം കെട്ടവനാണെന്ന് സ്വയം വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് ഫയലൊന്നും എൻ്റെ അടുത്ത് എത്തിയില്ല. ഈ ഫയലുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമോ? ADGP അജിത് കുമാറിനെ കുറ്റവാളിയാക്കുന്ന രീതിയിലൊരു ഫയലും റിപ്പോർട്ടും ഉണ്ടെന്ന് ഇദ്ദേഹത്തിന് അറിയാമെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള നടക്കുന്ന ഒരു ഫയൽ എത്തിക്കാൻ, സ്വന്തം മേശപ്പുറത്ത് എത്തിക്കാനുള്ള കഴിവില്ലെങ്കിൽ ഇദ്ദേഹത്തിന് നാളെ പോയി VD സതീശനെ കണ്ടും ഗവർണറെ കണ്ടും രാജിക്കത്ത് കൊടുത്ത് പുറത്തേക്ക് പോകുന്നത് കോൺഗ്രസിന് നല്ലത്. ഇദ്ദേഹത്തിന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്ക് മഹത്തായ വിജയം കൈവരിച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ രാവിലെയും വൈകുന്നേരം നാണം കെടുത്താൻ വേണ്ടി മാത്രം ഇറങ്ങിയിരിക്കുകയാണ് ഇദ്ദേഹം. ഈ പോലീസുകാരുടെ ഷൈനിങ് പോലെ
കലിങ്കലിരിക്കുന്നതും വീട് വലിക്കുന്നതിനെ പിടിക്കാനായിട്ട് നടന്ന് അതിൻ്റെ കയ്യടി മേടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പഴയ എസ് ഐമാരുടെ. ആ സ്വഭാവത്തിലേക്ക് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിനെ മൊത്തത്തിൽ ദയവ് ചെയ്ത് കൊണ്ടുപോകരുത്. അല്ല, അതിൽ വളരെ ദയനീയമായ അവസ്ഥയുണ്ട്. കളവ് നടന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ കള്ളം മുമ്പിൽ വന്നാലേ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ന്യായം പോലെ ആയിപ്പോയി രമേശ് ചെന്നിത്തല ഈ പറഞ്ഞത്. കാരണം ആ ഫയൽ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ മേശപ്പുറത്ത് എത്തിയിട്ടില്ല, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഇത് എത്തിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നാട്ടിൽ ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ തല്ലുകൊണ്ട കേസ്, മുഖ്യമന്ത്രി സഭയിൽ തീരുമാനമെടുത്ത കേസ്, അതിൽ രമേശ് ചെന്നിത്തലയുടെ നിലപാട് ഇതാണെന്നുണ്ടെങ്കിൽ താരതമ്യേന നീതിയുക്തമായ ചില തീരുമാനങ്ങൾ നടപ്പാക്കേണ്ട കാര്യത്തിലും ഇത്തരത്തിലുള്ള ചില വളഞ്ഞ വഴികൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതുതന്നെയാണ് കെ മഹേശൻ്റെ കാര്യത്തിലും കെ മഹേശൻ്റെ മരണത്തിൻ്റെ കാര്യത്തിലും വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ രമേശ് ചെന്നിത്തല അലംഭാവം കാണിക്കുന്നു എന്ന് പറയപ്പെടുന്നത്. ഇത് കൂട്ടി വായിക്കുമ്പോൾ അതും സത്യം തന്നെയെന്ന് വേണ്ടേ പറയാൻ. അല്ല, അങ്ങനെയുള്ള ശക്തികൾക്ക് അതിന് പകരം അത്തരം ശക്തികളെ എതിർക്കുന്നതിന് പകരമാണെന്നേ ആ എതിർക്കാൻ കാര്യമായിട്ട് ശക്തിയില്ലാത്ത മയക്കുമരുന്ന് കച്ചവടക്കാരെ പാവം പിടിച്ച് അവരെ പിള്ളേരെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ, അവരെ പിടിച്ചകത്തിടേണ്ടവരാണ്, പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ ജനത്തിൻ്റെ കയ്യടി കിട്ടും, റിപ്പോർട്ടർ ചാനലിൻ്റെ കയ്യടി കിട്ടും. അങ്ങനെ കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം നടത്തുന്ന കോള ഇലക്ഷനിലെ രാഷ്ട്രീയം കൊണ്ടാണ് രമേശ് ചെന്നിത്തല കേരള രാഷ്ട്രീയം ഇത്രയും മെച്ചം കിട്ടിയ കോൺഗ്രസ് ഇത്രയും ഉയർന്ന തലത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഗ്ലാമർ കളയാൻ മാത്രമേ ഈ മനുഷ്യനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഫലപ്രദമായി മയക്കുമരുന്നുകാരൻ നാളെ രാവിലെ തൊട്ട് അല്ലെ അടുത്ത ആഴ്ച തൊട്ട് വേണം വൻതോതിൽ കേരളം വിഴിഞ്ഞത്ത് കപ്പലെ കൊണ്ട് മയക്കുമരുന്ന് ഇറക്കും. രമേശ് ചെന്നിത്തല അത് കാണിയേല. മറിച്ച് ആരെങ്കിലും ഒരു സൈക്കിളിൽ 2 ഗ്രാം കഞ്ചാവ് പിടിയായിട്ട് പോയി കഴിഞ്ഞാൽ അവനെ പിടിക്കാൻ രമേശ് ചെന്നിത്തലയുടെ DGPയും പോലീസും ഒക്കെ ഉണ്ടാകും. അതിനെ പുകഴ്ത്തിപ്പോളാൻ ഇവിടുത്തെ മാധ്യമങ്ങളുണ്ടാകും. അത് നമ്മുടെ ദുര്യോഗം, അത് സഹിക്കുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ.